ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ച് ഇന്ന് പൂരിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ മഴ ഇന്നലെ വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രാത്രി പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ മൊത്തം ചോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുപ്പിൻ്റെ തൊട്ടിലൊക്കെ ഇങ്ങനെ നിറയെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ ചീഞ്ചട്ടിയൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് പുതിയതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുപ്പിൽ വെക്കാൻ പാകത്തിനുള്ളത്. അപ്പോൾ അതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരത്തി കൊടുത്തപ്പോൾ ഉമ്മയാണ് കേട്ടോ പൂരി ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ എണ്ണ കുറച്ചല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് തീ കത്തി പിടിക്കും. അപ്പോൾ ഒത്തിരി ഒഴിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ വിറകൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓലക്കൊടി ഇട്ട് കത്തിച്ചിട്ട് 2 വിറകൊക്കെ വെച്ച് അരിയിടാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് റിയാസ്ക്ക് കുറച്ച് ചിക്കൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മഴ പെയ്തപ്പോൾ ചൂടൊന്നും ഇത്തിരി കുറഞ്ഞല്ലോ. അപ്പം ഇന്ന് ചിക്കൻ മേടിക്കുക. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, കുക്കറിൽ കുറച്ച് പച്ചരി ഇട്ടിട്ട് നെയ്ച്ചോറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പച്ചമുളകും ഒരു തുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് പോലെ വെക്കുകയാണ് കേട്ടോ. നമ്മൾ ബിരിയാണി അരിയൊന്നുമല്ല പച്ചരിയിലാട്ടോ വെക്കണത്. പക്ഷേ പച്ചരിയിൽ വെച്ചാൽ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് കുറേ ആയിക്കണം കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ പച്ചരിയിൽ ചോറ് വെച്ചപ്പോൾ ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ല പച്ചരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തിരി ഏതായാലും ചിക്കൻ വാങ്ങില്ല. അപ്പോൾ ഇന്ന് റിയാസ്ക്കാക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറ് ഇങ്ങനെ താളിച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതിൽ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളത്തിനനുസരിച്ച് ഇങ്ങനെ ഈ പാത്രത്തിനാട്ടോ ഞാൻ അരി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉള്ളിയൊക്കെ അരിഞ്ഞ് തരുന്നുണ്ട്. പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് ഒരു സഹായം ഉണ്ട് കേട്ടോ. നമുക്ക് വയ്യെങ്കിലും എനിക്ക് പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞ കാരണം കുറേ റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ റെസ്റ്റൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് ചെറിയ പണികളൊക്കെ അമ്മയും ഒപ്പം നിന്ന് ചെയ്ത് തരുന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചിയിലേക്കുള്ള സവാളൊക്കെ ഒന്ന് വണക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാറ് പിന്നെയും പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒക്കെ ചതച്ചിട്ടാട്ടിട്ട് കയ്യിലിട്ട് പൊടിയായി അരിഞ്ഞിട്ടാട്ടിട്ടേക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പിന്നെ സവാള ഒന്ന് നല്ല മൂത്ത് വരണം. അപ്പോൾ ഞാൻ കുറേ വട്ടം നമ്മുടെ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. അങ്ങനെ നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പാകത്തിനുള്ള വേവും ഒക്കെ ആയിട്ട് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറിൻ്റെ അതേ ഒരു ഫ്ലേവറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും വന്നിട്ട് റിയാസ്ക്ക് ഓടാൻ പോയിക്കാണ്. വന്നിട്ട് വേണം കുട്ടികൾക്കൊക്കെ ഞാൻ ആദ്യം കൊടുക്കും. പിന്നെ റിയാസ്ക്ക് വന്നിട്ട് റിയാസ്ക്കാക്കും കൊടുക്കും കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഒരു മൂടാപ്പ് പോലെ ഉണ്ട് കേട്ടോ. മഴ പെയ്യുമെന്നറിയില്ല. ചിലപ്പോൾ ഇന്നും രാത്രിയാകുമ്പോൾ മഴ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഭയങ്കര ചൂടും ഉണ്ട് കേട്ടോ. മഴ പെയ്താലും ഭയങ്കര ചൂടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം ഇപ്പം ഞാൻ ഇത്തിരി കറി പോലെ ആക്കിയേക്കണം. പൊരിച്ചിട്ടുമില്ല, അങ്ങനെ വരട്ടിയ പോലെ ആക്കിയിട്ടില്ല. അപ്പം നമുക്ക് ചോറ്റിൽ ഒഴിക്കാൻ പാകത്തിന് കറി പോലെ ആക്കിയേക്കണം. അപ്പോൾ പീസുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വറുത്തൊന്നുമില്ല, അങ്ങനെയൊക്കെ കറി വെച്ചു കേട്ടോ. അപ്പോൾ രാത്രിക്കും ഉച്ചക്കൽക്കും വേണമല്ലോ പറഞ്ഞിട്ട്. പിന്നെ കുട്ടികൾ ഓരോരുത്തരൊക്കെ വയ്ക്കാൻ തുടങ്ങി. ഫാത്തിമക്കുട്ടിക്കും കൊടുത്തു. ഫാത്തിമക്കുട്ടിക്ക് കൊടുത്തപ്പോൾ ഫാത്തിമക്കുട്ടി ഒരേ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തുപ്പിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കിപ്പോൾ എന്താ നല്ലൊരു തുപ്പൽ പഠിപ്പ് വന്നിട്ടുണ്ട്. കുറേ ആയിട്ട് ഇങ്ങനെയാണ് അവൾ ഇങ്ങനെ തുപ്പിയും കൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ അതാ മുട്ടടിച്ച് മുടിയൊക്കെ വേഗം വളർന്നിട്ടുണ്ട്. മുടിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട, വേഗം വളരും അവൾക്ക്. പിന്നെ അങ്ങനെ ഇതാ റിയാസ്ക്ക വന്ന് റിയാസ്ക്കാക്കും ചോറ് കൊടുത്ത്. ഞാൻ പിന്നെ രാവിലത്തെ പൂരി ആട്ടോ കഴിച്ചത്. അപ്പോൾ ചിക്കൻ കറി കൂട്ടി പൂരി കഴിച്ചു. പിന്നെ ഇതാ മഴമൂടാപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ കൂട്ടുകാരെ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.